ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു രക്ഷിക്കഥ പറയാം. കഴിഞ്ഞ തവണയും നമ്മുടെ ഈ ചാനലിൽ ഞാനൊരു രക്ഷിക്കഥയാണ് പറഞ്ഞിരുന്നത്. ആ കഥ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഒട്ടും താമസിയാതെ നേരെ കഥയിലേക്ക് കടക്കാം. കരിന്തിരി ആളിക്കത്തുന്ന നിലവിളക്കിലേക്ക് നോക്കി സുധർമ്മ ഒരേ ഇരിപ്പിരിക്കുകയാണ്. അവരുടെ നോട്ടം പൂമുഖത്തിരുന്ന വിളക്കിലേക്കായിരുന്നെങ്കിലും മനസ്സെവിടെയോ ആയിരുന്നു. എന്തെല്ലാമോ ചിന്തകൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഉടുത്തിരുന്ന സെറ്റുമുണ്ടിന്റെ തലപ്പ് കൊണ്ട് സുധർമ്മ ഇടയ്ക്കിടയ്ക്ക് ഈറനണിഞ്ഞ കണ്ണുകൾ ഒപ്പുന്നത് കണ്ടുകൊണ്ടാണ് അകത്തുനിന്ന് അവരുടെ ഭർത്താവായ ഭാർഗവൻ നമ്പൂതിരി പൂമുഖത്തേക്ക് വന്നത്. അയാളുടെ കണ്ണുകളിൽ കോപം ഇരച്ചു കയറി. ത്രിസന്ധ്യ നേരത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് അതിന്റെ മുന്നിലിരുന്ന് കണ്ണീരൊഴുക്കുകയാണോ നീ? വിളക്ക് പടന്തിരി കത്തി കരി പുരണ്ടിരിക്കുന്നു. ഇതൊക്കെ ഐശ്വര്യക്കേടിന്റെ ലക്ഷണങ്ങളാ. ഭർത്താവിന്റെ ശകാരം കേട്ട് സുധർമ്മ കണ്ണു തുടച്ചു. വിളക്ക് കെടുത്തി അകത്തെ പീഠത്തിന് മുകളിൽ കൊണ്ടുവച്ചു. പിന്നീട് ഭയന്ന് പൂമുഖത്തെ തൂണിനരിയിൽ വന്നു നിന്നു. ആ സമയം ഭാർഗവൻ നമ്പൂതിരി മുറ്റത്തെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് ഒന്ന് മുറുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. ദേവൻ ഏറെ ആഗ്രഹിച്ചതായിരുന്നു ആ പെൺകുട്ടിയെ. നിശ്ചയം വരും കഴിഞ്ഞിട്ട് അവരെന്തിനാ തീരുമാനം മാറ്റിയത്? അവന് നല്ല വിഷമമുണ്ട്. സുധർമ്മയുടെ പരിഭവം പറച്ചിൽ കേട്ടപ്പോഴേ ഭാർഗവൻ ആകെ അസ്വസ്ഥനായി. അയാൾ തെല്ല് പരുഷമായി മറുപടി പറഞ്ഞു. പെണ്ണിന്റെ വീട്ടുകാര് തീരുമാനം മാറ്റിയത് എന്തിനാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഈ വിവാഹത്തിന് അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ കാരണങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവരെന്നല്ല ആരും ഈ ഇല്ലത്തെ ചെക്കന്മാരെ വിവാഹം കഴിക്കാൻ മടിക്കും. സുധർമ്മയോടൊപ്പം തന്നെ ഭാർഗവന്റെയും കണ്ണുകൾ രമണിയമ്മയിലേക്ക് തിരിഞ്ഞു. അതെന്താ ഈ ഇല്ലത്തെ ആൺകുട്ടികളെ പറ്റി അമ്മയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം? എന്റെ ഭാർഗവ, ഇവിടുത്തെ ആൺകുട്ടികള് ഇതുവരെ ഒരു നെറികേടും കാണിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അവർക്ക് വിവാഹ ജീവിതം ഉണ്ടാകാൻ യോഗമില്ലെന്നത് അച്ചട്ടായ കാര്യമല്ലേ? നിന്റെ ഇളയവൻ ശിവന് 3 ആൺമക്കളാ. 3 പേരും വിവാഹപ്രായമായവരാണ്. അവർക്ക് എത്രയെത്ര ആലോചനകളാ വന്നത്. മൂത്തവന്റെ വിവാഹം വിവാഹത്തലേന്നല്ലേ മാറിപ്പോയത്. ഇനി അഥവാ വിവാഹം നടന്നാലും ഈ ഇല്ലത്തേക്ക് കയറി വരുന്ന പെൺകുട്ടിക്ക് അധികം ആയുസ് ഉണ്ടാകില്ല. എന്തിനേറെ പറയുന്നു, ദേവന്റെ മൂത്ത സഹോദരൻ രാഘവന്റെ കാര്യം തന്നെ നോക്ക്. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ തന്ന് അവന്റെ ഭാര്യ ഇഹലോകവാസം വെടിഞ്ഞില്ലേ? അതാ ഞാൻ പറഞ്ഞത്, മേലെടുത്ത മനയിലെ ആണുങ്ങൾക്ക് ദാമ്പത്യ സുഖം പറഞ്ഞിട്ടില്ല എന്ന്. അതിപ്പോ ഏറെക്കുറെ നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാ. രമണിയമ്മ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് താൻ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണെന്ന് തറപ്പിച്ചു പറഞ്ഞു. രമണിയമ്മയുടെ വാക്കുകൾ സുധർമ്മയുടെ മനസ്സിൽ കൊണ്ടു. അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. രാഘവന്റെ കുഞ്ഞിനെ ഇല്ലത്ത് നിർത്താൻ പോലും ഗോപികയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. ഗോപികയുടെ മരണത്തോടെ അവർ കുഞ്ഞിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാ വിഷമങ്ങളും മറക്കാൻ അവനിപ്പോൾ ഏതു നേരവും മദ്യസേവയാണ്. സുധർമ്മയുടെ ചിന്തകൾ കാടുകയറി. രമണിയമ്മ സുധർമ്മയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ഇല്ലത്ത് വന്നു ഭവിച്ച എല്ലാ അനർത്ഥത്തിനും കാരണം യക്ഷിശാപമാ. തലമുറകളോളം യക്ഷികളുടെ ശാപം നമ്മെ പിന്തുടരും. അത് മാറണമെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. രമണിയമ്മ തന്റെ സംസാരം അവസാനിപ്പിച്ച് തന്റെ മകൻ ഭാർഗവന്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി. രമണിയമ്മയുടെ ആ നോട്ടം ഗൗനിക്കാതെ ഭാർഗവൻ പറഞ്ഞു, അമ്മ ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. ഇതൊക്കെ ഓരോ വിധിയാ. വിധിയെന്ന് പറഞ്ഞ് നീ സമാധാനിച്ചോളൂ. പക്ഷേ സത്യത്തെ മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. രമണിയമ്മ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. അവർ പൂമുഖത്ത് നിന്ന് അകത്തേക്ക് നടന്നു. സുധർമ്മയുടെ മനസ്സിൽ രമണിയമ്മയുടെ വാക്കുകൾ വല്ലാതങ്ങ് പതിഞ്ഞുപോയി. യക്ഷിശാപം. അതിപ്പോ അമ്മയുടെ വായിൽ നിന്നല്ല താൻ ആദ്യമായി കേട്ടത്. ഈ നാട്ടുകാരിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ഒരു കാര്യമാ അത്. ഭാർഗവൻ വായിൽ കിടന്ന മുറുക്കാൻ തുപ്പൽ പുറത്തേക്കൊന്ന് നീട്ടി തുപ്പിയിട്ട് അകത്തേക്ക് പോയി. പൂമുഖത്ത് സുധർമ്മ മാത്രമായി. അവരുടെ നോട്ടം പുറത്തെ ഇരുട്ടിലേക്ക് പാഞ്ഞു. തൊടിയിലെ മരക്കൂട്ടങ്ങൾക്കിടയിൽ മിന്നാമിന്നിക്കൂട്ടങ്ങൾ പാറി നടക്കുന്നു. ഇരുട്ടിലേക്ക് അങ്ങനെ കണ്ണു നട്ടിരുന്ന സുധർമ്മയുടെ മുഖത്തിന് നേർക്ക് പെട്ടെന്നെന്തോ ഒന്ന് പാഞ്ഞു വന്നു. സുധർമ്മ ഞെട്ടിപ്പിടഞ്ഞ് പുറകോട്ട് നീങ്ങി. താടിത്തുമ്പ് നീറിപ്പുകഞ്ഞപ്പോൾ അവർ വലത് കൈ ഉയർത്തി താടിയിലൊന്ന് തടവി. ചെറിയൊരു നനവ് കയ്യിൽ പടർന്നെന്ന് തോന്നിയ സുധർമ്മ
തന്റെ കയ്യിലേക്ക് നോക്കി. ചോര, താടിത്തുമ്പിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു. അവർ പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കി. മുറ്റത്തെ പൂവരശിന്റെ ചില്ലയിൽ തന്നെ തുറിച്ചു നോക്കിയിരിക്കുന്ന ഒരു കൂമനെ കണ്ടപ്പോൾ അവർക്ക് ഒരു വല്ലായ്മ തോന്നി. ചുമരിൽ പറ്റിയിരിക്കുന്ന പല്ലിയെയോ പാറ്റയെയോ ഉന്നം വെച്ച് പറന്നെടുത്തതായിരിക്കാം ആ കൂമൻ. പക്ഷേ അതിന്റെ കൂർത്ത നഖങ്ങൾ പതിഞ്ഞത് അവരുടെ താടിത്തുമ്പിലാണ്. ഭയന്നു നിന്ന സുധർമ്മയെ നോക്കി പൂവരശിന്റെ ചില്ലയിലിരുന്ന കൂമൻ ഉറക്കെ കൂവിയലച്ചു. പിന്നെ ഒരു നിമിഷം പോലെ സുധർമ്മ അവിടെ നിന്നില്ല. അവർ തിടുക്കത്തിൽ അകത്തേക്ക് പാഞ്ഞു. അങ്ങനെ ആ രാത്രി ഇരുട്ടി വെളുത്തു. ദേവൻ കുളക്കടവിലെ പടവിൽ എന്തെല്ലാമോ ആലോചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആ വലിയ കുളത്തിലെ പടിക്കെട്ടുകളിൽ പച്ച പൂപ്പൽ പിടിച്ച് മേഞ്ഞിരുന്നു. കുളത്തിന് ചുറ്റും നിന്നിരുന്ന മഹാഗണി മരങ്ങളുടെ ചോലയാൽ കുളം നന്നേ ഇരുണ്ട് കാണപ്പെട്ടു. വാണിയുടെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൽ ദേവന് നല്ല വിഷമമുണ്ടായിരുന്നു. അവന്റെ മനസ്സ് നിറയെ അവളെപ്പറ്റിയുള്ള ഓർമ്മകളായിരുന്നു. പിന്നിലെ കാൽപെരുമാറ്റമാണ് ദേവനെ ഓർമ്മകളിൽ നിന്നുണർത്തിയത്. അവൻ തിരിഞ്ഞു നോക്കി. കുളത്തിന്റെ പടവുകളിറങ്ങി ഒരു വടിയും കുത്തി പിടിച്ചു വരികയായിരുന്നു രമണിയമ്മ. എന്താ ദേവാ, ഒരാലോചന? ദേവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. വിവാഹം മുടങ്ങിയതിൽ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി എന്റെ പക്കലുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിനക്കൊരു മോചനമുണ്ടാകും. ദേവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ രമണിയമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. രമണിയമ്മ കയ്യിൽ കരുതിയ വടി കുളപ്പടവിലേക്ക് വെച്ചു. കൈ തറയിൽ കുത്തി കുളപ്പടവിലേക്കിരുന്നു. ശേഷം തന്റെ പേരക്കിടാവിന്റെ തലയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും ഒരു കെട്ടുകഥയായിട്ടേ തോന്നും. പക്ഷേ ഇത് സത്യമാ. യക്ഷിശാപം കൊണ്ട് തന്നെയാ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു സങ്കടമുണ്ടായതേ. ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ ദേവൻ രമണിയമ്മയുടെ വാക്കുകൾ കേൾക്കാൻ കാതുകൾ കൂർപ്പിച്ചു. രമണിയമ്മ തിക്കും മുക്കും നോക്കി. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, നിന്റെ അച്ഛൻ ഭാർഗവനേക്കാളും മൂത്ത ഒരാൾ ഈ ഇല്ലത്തുണ്ടായിരുന്നു. പാർത്ഥൻ എന്റെ മൂത്ത മകനായിരുന്നെങ്കിലും അവന്റെ അമ്മ ഞാൻ ആയിരുന്നില്ല. നിന്റെ മുത്തശ്ശന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണ് പാർത്ഥൻ. നിന്റെ മുത്തശ്ശന് മന്ത്രവാദ വിദ്യകൾ ചെയ്യാൻ നല്ല വശമുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ അന്യർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു കർമ്മങ്ങളും അദ്ദേഹം ചെയ്തിരുന്നില്ല. പക്ഷേ പൈസ കണ്ടു തുടങ്ങിയതോടുകൂടി നിന്റെ മുത്തശ്ശൻ ആഭിചാരക്രിയകളിലോട്ട് കളം മാറ്റി ചവിട്ടി. 36 കൂട്ടം യക്ഷികളിൽ അതിഭയങ്കരിയും ക്ഷിപ്രകോപിയുമായ കർണപിശാചിനുടെ ഉപാസകനായിരുന്നു നിന്റെ മുത്തശ്ശൻ. ഉപാസനാമുറകളിൽ വന്ന തെറ്റുകുറ്റങ്ങൾ കാരണം കർണപിശാചിനുടെ ശാപത്താലാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മരിച്ചതെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഈ ഇല്ലത്തേക്ക് നിന്റെ മുത്തശ്ശൻ വിവാഹം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ പാർത്ഥന് വെറും 6 വയസ്സായിരുന്നു. ഞാൻ ഇവിടേക്ക് വന്നതോടുകൂടി നിന്റെ മുത്തശ്ശൻ ആഭിചാരക്രിയകളെല്ലാം നിർത്തി. എന്റെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് നിന്റെ അച്ഛൻ ഭാർഗവൻ ജനിച്ചത്. മന്ത്രവാദക്രിയകൾ ഭാർഗവന് അത്ര രുചിയില്ലായിരുന്നു. പക്ഷേ പാർത്ഥൻ അങ്ങനെയല്ലായിരുന്നു. അവന് മന്ത്രതന്ത്രങ്ങൾ പഠിച്ചെടുക്കാൻ വല്ലാത്തൊരാവേശമായിരുന്നു. പല വിദ്യകളും പാർത്ഥൻ അവന്റെ അച്ഛനിൽ നിന്നും കരസ്ഥമാക്കി. മാന്ത്രിക വിദ്യകൾ പഠിച്ചതോടുകൂടി പാർത്ഥൻ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാനായി ഇഷ്ടപ്പെട്ടു. രാവും പകലും അവൻ 4 കെട്ടിനരികെയുള്ള കാവിൽ ചിലവഴിച്ചു. മിക്ക സമയത്തും അവന്റെ മുറിയിൽ നിന്ന് അടക്കിപ്പിടിച്ചുള്ള സംസാരവും ചിരിയും കേൾക്കാമായിരുന്നു. അങ്ങനെ ഒരു നാൾ അവന്റെ ആ കള്ളത്തരം മുത്തശ്ശൻ കണ്ടുപിടിച്ചു. രമണിയമ്മ അല്പനേരത്തേക്ക് തന്റെ സംസാരമൊന്ന് നിർത്തി. ദേവൻ ബാക്കി കാര്യങ്ങൾ അറിയാനായി അവരുടെ കുഴിഞ്ഞ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ സമയം രമണിയമ്മയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. ജിജ്ഞാസ അടക്കാനാവാതെ ദേവൻ ചോദിച്ചു, എന്ത് കള്ളത്തരമാണ് മുത്തശ്ശൻ കണ്ടുപിടിച്ചത്? ചുറ്റിനുമൊന്ന് നോക്കിയിട്ട് രമണിയമ്മ വീണ്ടും പറഞ്ഞു തുടങ്ങി. അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ മാന്ത്രിക വിദ്യ പ്രയോഗിച്ച് പാർത്ഥൻ വിളിച്ചു വരുത്തിയത് ചെറിയ ആളെയൊന്നുമല്ലായിരുന്നു. വീണ്ടും രമണിയമ്മ തന്റെ സംസാരം നിർത്തി. അറിയാനുള്ള തന്റെ ആഗ്രഹത്തെ തടഞ്ഞു വെക്കാനാവാതെ
അല്പം ശബ്ദമുയർത്തി തന്നെ ദേവൻ വീണ്ടും ചോദിച്ചു, പാർത്ഥൻ വിളിച്ചു വരുത്തിയത് ആരെയാ മുത്തശ്ശി? ആ ശക്തിയുടെ പേര് പറയാൻ പോലും എനിക്ക് ഭയമാ മോനെ. ചിലപ്പോൾ ഇവിടേക്ക് കണ്ണും നട്ട് ചെവിയും കുറിപ്പിച്ച് അവൾ ഇവിടെങ്ങാനും കാണും. ആ സമയം ആ വലിയ കുളത്തിനടിയിൽ നിന്ന് നീർക്കുമുളകൾ ഉയർന്നു പൊങ്ങി. കുളത്തിനടിത്തട്ടിലെ ചെളി നീർക്കുമുളയോടൊപ്പം മുകളിലേക്ക് ഉയർന്നു പൊങ്ങി വന്നു. നിശബ്ദമായ ആ വേളയിൽ ഉയർന്നു കേട്ട നീർക്കുമുളകളുടെ ശബ്ദം രമണിയമ്മയെ തെല്ലു ഭയപ്പെടുത്തി. അവർ കുളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ, അവളുടെ പേര് പറയാൻ നാവ് പൊന്തിച്ചപ്പോഴേക്കും അവള് ഭയപ്പെടുത്താൻ തുടങ്ങിയത്. ദേവനും ചെറുതായി ഒന്നും ഞെട്ടാതിരുന്നില്ല. പക്ഷേ ബാക്കി കാര്യങ്ങൾ അറിയാനുള്ള തിടുക്കത്തിൽ അവൻ രമണിയമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുളത്തിനടിയിലെ ഉന്തു പൊങ്ങിയതാ. മുത്തശ്ശി, ഇത് പറ, പാർത്ഥൻ ആരെയാ വിളിച്ചു വരുത്തിയത്? ഭയത്താൽ രമണിയമ്മയുടെ കണ്ണുകൾ അടഞ്ഞു തുറന്നു. കുളത്തിനരികിൽ നിൽക്കുന്ന വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നോക്കി രമണിയമ്മ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അനുരാഗിണി. രമണിയമ്മയുടെ നാവ് വിറകൊണ്ടു. അവളുടെ പേര് പറയാൻ പോലും എനിക്ക് ഭയമാ കുഞ്ഞേ. യക്ഷികളിൽ ആകർഷണ ശക്തി ഏറെയുള്ളവളാ അനുരാഗിണി. ചെറുപ്പക്കാരെ പ്രണയിച്ച് വശത്താക്കാൻ അവൾക്ക് പ്രത്യേക കഴിവാ. അവൾക്കിഷ്ടപ്പെടുന്ന ആളോടൊപ്പം അവൾ കൂടിയാൽ പിന്നെ മരണം വരെ ആ ആളിന്റെ കൂടെ അവൾ ഉണ്ടാകും. 101 പേരുടെ ചോര കുടിച്ച് ദാഹം തീർത്ത യക്ഷിക്ക് ഒരു മനുഷ്യ സ്ത്രീയായി ഈ ഭൂമിയിൽ ജീവിക്കാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുളക്കരയിലെ വൃക്ഷലതാദികളുടെ തലപ്പിനെ ആകെ ഉലച്ചുകൊണ്ട് ഒരു തെക്കൻ കാറ്റ് അപ്പോഴേക്കും അവിടേക്ക് പാഞ്ഞെത്തി. ആ സമയം കുളത്തിലെ പായലിന് മുകളിൽ മീൻ കൊത്താനായി വെള്ളത്തിലേക്ക് ഉന്നം പിടിച്ച് നോക്കിയിരുന്ന 3-4 കുളക്കോഴികൾ ചിലച്ചുകൊണ്ട് കരയിലെ വള്ളിപ്പടർപ്പിലേക്ക് പറന്നു കയറി. പരിസരത്തുണ്ടായ മാറ്റങ്ങൾ രമണിയമ്മയെ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തി. മുത്തശ്ശി ഭയക്കേണ്ട ആവശ്യമില്ല, ഞാനില്ലേ കൂടെ. അല്ലെങ്കിലും ഈ പകൽ വെളിച്ചത്തിൽ മുത്തശ്ശി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? രമണിയമ്മ ദേവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. മാന്ത്രിക വിദ്യകളെ കൂട്ടുപിടിച്ച് പാർത്ഥൻ വിളിച്ചു വരുത്തിയത് അനുരാഗ്നിയെയാണ്. അനുരാഗ്നിയുടെ ആഗമനത്തോടെ പാർത്ഥൻ പിന്നെ എല്ലാരിൽ നിന്നും അകന്നു. ഈ കുളക്കടവിലും കാവിലും അവൻ അന്തിവെളുക്കുവോളം വന്ന് കുത്തിയിരിക്കുമായിരുന്നു. എന്നും എപ്പോഴും അവന്റെ കൂടെ അവന് മാത്രം കാണാൻ കഴിയുന്നവളായി അനുരാഗിണി അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ പാർത്ഥൻ മുറിയടിച്ചിട്ട് ഒരേ ഇരിപ്പിരിക്കുമായിരുന്നു. പാർത്ഥന്റെ ഈ സ്വഭാവം മുത്തശ്ശനിൽ ഭയവും അതിൽ കൂടുതൽ സംശയവും ഉണർത്തി. ഒറ്റയ്ക്ക് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പാർത്ഥൻ നാട്ടുകാർക്ക് മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറി. അവനൊരു മനോരോഗിയാണെന്നായിരുന്നു അവരുടെ അഭിപ്രായം. പാർത്ഥൻ ആരോടാണ് സംസാരിക്കുന്നതെന്നും സമയം ചിലവഴിക്കുന്നതെന്നും തിരിച്ചറിയാനായി അവന്റെ അച്ഛൻ മാന്ത്രിക സിദ്ധികൾ ഉപയോഗിച്ച് പല ഉപാസനാമൂർത്തികളെയും വിളിച്ചു വരുത്തി. അവരാണ് പാർത്ഥന്റെ യക്ഷിപ്രണയം അവന്റെ അച്ഛന്റെ മുന്നിൽ കാട്ടിക്കൊടുത്തത്. അനുരാഗിണിയാണ് മകന്റെ കൂടെ കൂടിയതെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹം വല്ലാണ്ട് ദുഃഖിതനായി. കാരണം അച്ഛൻ മാതൃഭാവത്തിൽ ഉപാസിച്ചു കൊണ്ടുനടന്ന അനുരാഗിണി എന്ന യക്ഷിയാണ് മകൻ പ്രണയിച്ച് കൂടെ കൂട്ടിയിരുന്നത്. ആദ്യമെല്ലാം അദ്ദേഹം പാർത്ഥനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ പാർത്ഥൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ അനുരാഗിണി നിമിത്തം അച്ഛനും മകനും തെറ്റിപ്പിരിഞ്ഞു. ഇല്ലത്തെ പൊറുതി മതിയാക്കി. പാർത്ഥൻ എവിടെയോ പോയി. നിന്റെ മുത്തശ്ശൻ അടങ്ങിയിരുന്നില്ല. ദിവസങ്ങളോളം പൂജാമുറിയിൽ കയറി ഇരുന്നുകൊണ്ട് എന്തെല്ലാമോ പൂജകളിലും മന്ത്രതന്ത്ര വിദ്യകളിലും അദ്ദേഹം ഏർപ്പെട്ടു. ഒടുവിൽ ഇല്ലത്തിൽ നിന്നിറങ്ങിപ്പോയ പാർത്ഥൻ കരഞ്ഞ് വിളിച്ച് തിരികെ എത്തി. ആവശ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, മന്ത്രവിദ്യകളാൽ ആവാഹിച്ച് ബന്ധിച്ച അനുരാഗിണിയെ മോചിപ്പിക്കണമെന്ന്. നിന്റെ മുത്തശ്ശൻ അതിന് തയ്യാറായില്ല. ഒരു മനുഷ്യന് യക്ഷിയെ ഉപാസിക്കാം, മാതൃഭാവത്തിൽ ആ ശക്തിയെ ആരാധിക്കാം. പക്ഷെ കാമുകിയായും ഭാര്യയായും മനുഷ്യന് യക്ഷിയെ കൂടെ കൂട്ടാൻ പറ്റില്ല. അത് ആപത്ത് വിളിച്ചു. പഞ്ചലോഹത്തകിടിൽ ആവാഹിച്ച് തകിട് ഒരു ചെപ്പിനുള്ളിലാക്കി മാന്ത്രിക ചരടുകളാൽ ബന്ധിച്ച് നിന്റെ മുത്തശ്ശൻ അനുരാഗിണിയെ കാവിലെ ചിത്രകൂടത്തിൽ ഒളിപ്പിച്ചു. അനുരാഗിണിയുടെ അഭാവം പാർത്ഥനിൽ പല മാറ്റങ്ങളും വരുത്തി. അച്ഛനിൽ നിന്ന് പഠിച്ച വിദ്യകൾ ഉപയോഗിച്ച് തന്നെ പാർത്ഥൻ സ്വപിതാവിനെ നേരിട്ടു. അച്ഛന്റെയും മകന്റെയും ഉപാസനാമൂർത്തികൾ കലി പൂണ്ട് തമ്മിൽ ഏറ്റുമുട്ടി. പാർത്ഥൻ പരാജയപ്പെട്ടു. മാനസികമായി തളർന്ന അവൻ ജലപാനമില്ലാതെ ദിനങ്ങൾ എണ്ണി
മരണത്തിനായി കാത്തുകിടന്നു. പെട്ടെന്ന് ദേവൻ രമണിയമ്മയോട് ചോദിച്ചു, പാർത്ഥന് അനുരാഗിണിയെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നെങ്കിൽ മുത്തശ്ശന് അനുരാഗിണിയെ മോചിപ്പിക്കാമായിരുന്നു. ദേവന് ആ യക്ഷിയോട് ദയ തോന്നിയോ അതോ പാർത്ഥന്റെ പ്രണയത്തോട് അനുകമ്പയോ? യക്ഷിയും ഒരു മനുഷ്യനും കൂടി എങ്ങനെയാ ജീവിക്കുക? രണ്ടും രണ്ട് ഗണങ്ങളല്ലയോ? അവസാനം അതും നടന്നു. പാർത്ഥൻ കാവിലെ പാലമരത്തിൽ തൂങ്ങിച്ചത്തു. നിന്റെ മുത്തശ്ശൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. പാർത്ഥന്റെ മരണത്തോടെ മുത്തശ്ശൻ ആകെ തളർന്നുപോയി. അങ്ങനെ ഇരിക്കെ നിന്റെ അച്ഛൻ ഭാർഗവൻ കാവിൽ തൊഴുത് തിരിച്ചു വരുന്ന വഴിക്ക് കാവിന്റെ പരിസരത്ത് വെച്ച് മരിച്ചുപോയ പാർത്ഥന്റെ രൂപത്തെ കണ്ടു. ദേഹമില്ലാത്ത ആ രൂപത്തിന്റെ നോട്ടത്തിനടിപ്പെട്ട് ഭാർഗവൻ അച്ഛൻ കാവിലെ ചിത്രകൂടത്തിൽ ഒളിപ്പിച്ച ആ പഞ്ചലോഹത്തകിട് ചെപ്പ് സഹിതം പുറത്തെടുത്തു. അതിലെ മാന്ത്രിക ചരടുകൾ അഴിച്ചു മാറ്റി. യക്ഷിയെ ആവാഹിച്ച് ബന്ധിച്ചയാളുടെ ചോര തന്നെ യക്ഷിയെ മോചിപ്പിക്കാനും കാരണക്കാരനായി. അതോടെ അതീവ ശക്തിയോടെ അനുരാഗിണി തിരിച്ചു വന്നു. പാർത്ഥന്റെ മരണത്തിന് കാരണക്കാരനായ നിന്റെ മുത്തശ്ശനെ അവൾ വെറുതെ വിട്ടില്ല. കലിതുള്ളി കാറ്റായി ചീറിയടിച്ചു വന്നവൾ മുത്തശ്ശനെ നിലം തൊടാതെ പറത്തി. പിന്നെ വട്ടമൊടിച്ചു. പാർത്ഥൻ തൂങ്ങി മരിച്ച അതേ പാലയുടെ ചുവട്ടിൽ വെച്ച് മുത്തശ്ശനെ അവൾ വകവരുത്തി. ആ സമയം അത്രയും രമണിയമ്മയുടെ ദേഹം കിടുകിടാ വിറച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനുരാഗിണിയുടെ ശാപമാ ഈ ഇല്ലത്തെ ഉണ്ണികളുടെ തീരാ ദുഃഖത്തിന് കാരണം. അവളെ പ്രീതിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഈ ശാപം മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഈ മനയിലെ ഓരോ ആൺതരിക്കും വിവാഹ ജീവിതം ഉണ്ടാകില്ല. അതിനവൾ സമ്മതിക്കില്ല. ഭാർഗവനെല്ലാം അറിയാം. പക്ഷേ അവന് ഭയമാണ്. ദേവൻ രമണിയമ്മ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശ്വസിച്ചില്ലെങ്കിലും അവൻ ഒരു കാര്യം തീരുമാനിച്ചുറച്ചിരുന്നു. അനുരാഗിണി എന്ന യക്ഷിയെ പ്രീതിപ്പെടുത്തിയാൽ ഇല്ലത്തെ ആൺതരികളുടെ മനോദുഃഖം മാറുമെങ്കിൽ അതിനവൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. ദേവൻ കണ്ണുകൾ ഉയർത്തി രമണിയമ്മയെ നോക്കി. ശേഷം ചോദിച്ചു, യക്ഷിശാപം മാറാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? അതൊന്നും എനിക്കറിയില്ല കുട്ടിയെ. പക്ഷേ ഒരു കാര്യം അറിയാം. ഇവിടുന്ന് കുറേ അങ്ങ് പോയാൽ വലിയൊരു മലയുണ്ട്. അതിനപ്പുറം കൊടുങ്കാടാ. അവിടെയുള്ള ഏതോ ചുടലപ്പറമ്പിൽ ഒരു അഘോരിയുണ്ട്. മന്ത്രതന്ത്ര വിദ്യകളിൽ അയാൾക്ക് അപാരമായ അറിവുണ്ട്. അയാൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കും. നിന്റെ മുത്തശ്ശന്റെ മരണശേഷവും ഇല്ലത്ത് യക്ഷിയുടെ ശല്യം ഏറി വന്നു. ഭാർഗവനും ശിവനും അത് നന്നായി അനുഭവിച്ചറിഞ്ഞവരാണ്. ഒടുക്കം കരമനയിലെ പൂക്കാട് മനയിൽ നിന്ന് സ്വാമിനാഥൻ നമ്പൂതിരിയെ ഈ ഇല്ലത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം മഹാപണ്ഡിതനും മാന്ത്രിക വിദ്യകൾ കേമനുമായിരുന്നു. ഈ ഇല്ലത്തിന്റെ വളപ്പിലേക്ക് അനുരാഗിണിക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അന്ന് അദ്ദേഹം എന്തോ വിദ്യകൾ ചെയ്തു വെച്ചു. കൂടാതെ ഇല്ലത്തെ ആൺകുട്ടികൾക്ക് യക്ഷിയിൽ നിന്ന് ജീവഹാനി ഉണ്ടാകാതിരിക്കുവാനുള്ള ക്രിയകളും ചെയ്തു. പക്ഷേ ഭാർഗവന്റെ കൈയാൽ മോചിതയായ അനുരാഗിണിയെ തളക്കാൻ അദ്ദേഹത്തിനുമായില്ല. ഇല്ലത്തേക്ക് അവൾക്ക് കടന്നു വരാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ ആണുങ്ങളുടെ ചോര കുടിച്ച് രസിക്കാൻ പറ്റിയില്ലെങ്കിലും എവിടെയോ മറിഞ്ഞിരുന്നവൾ ഇവിടെയുള്ളവരെ വേദനിപ്പിച്ച് രസിക്കുകയാണ്. ഇന്ന് സ്വാമിനാഥൻ നമ്പൂതിരി ജീവിച്ചിരിപ്പില്ല. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞു തന്ന ഏക ഉപായമാണ് മലകൾക്കപ്പുറമുള്ള അഘോരിയെ ചെന്ന് കാണുക എന്നത്. നിന്റെ അച്ഛനും ഇളയച്ഛനും ഭീരുക്കളാണ്. അഘോരിയെ തേടി പോകാനും അനുരാഗിണിയെ ബന്ധിക്കാനും അവർ മെനക്കെട്ടില്ല. മാനം ഇരുണ്ട് കറുത്തു. കുളത്തിലെ വെള്ളത്തിൽ ചെറിയൊരു തിരയിളക്കമുണ്ടായി. കുളത്തിന്റെ കരയിലെ വള്ളിപ്പടർപ്പിനിടയിൽ നിന്ന് കാലൻ കോഴികൾ ഉച്ചത്തിൽ കൂവി. രമണിയമ്മയുടെ കണ്ണുകൾ ഭീതി നിറഞ്ഞു. അവർ ദേവന്റെ കൈയും പിടിച്ച് കുളക്കരയിൽ നിന്ന് ഇല്ലത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു, മേലെടുത്ത മനയിലെ ആണുങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന യക്ഷിശാപം മാറ്റാൻ നീ തയ്യാറാവണം. അല്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് നിനക്കും അറിയാം. ഇല്ലത്തുള്ള ആൺതലമുറയ്ക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടാകില്ല. സ്വാമിനാഥൻ നമ്പൂതിരി പറഞ്ഞ ആ അഘോരിയെ തേടി നീ പോകണം മോനെ. ആ അഘോരി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ? ദേവന്റെ ചോദ്യം കേട്ട് രമണിയമ്മയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. ഭൈരവന്റെ ഭക്തന്മാരായ യഥാർത്ഥത്തിലുള്ള അഘോരിമാർക്ക് മരണമില്ല. നമ്പൂതിരി പറഞ്ഞു തന്ന ആ അഘോരി ഒരു കപട സന്യാസി ആകാൻ വഴിയില്ല. നിന്റെ അച്ഛനെയും ചെറിയച്ഛനെയും പോലെ ഭയന്നിരിക്കാതെ നീ ഈ കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണം.
രമണിയമ്മ വടിയും കുത്തി നടന്നകന്നു. ദേവൻ അപ്പോഴേക്കും ഉറച്ച ഒരു തീരുമാനമെടുത്തിരുന്നു. അന്ന് രാത്രി രമണിയമ്മക്ക് ഉറക്കം വന്നില്ല. അവരാകെ അസ്വസ്ഥയായിരുന്നു. പാർത്ഥന്റെ ജന്മനക്ഷത്രമാണ് ദേവന്റേതും. ഇനിയവൻ പാർത്ഥന്റെ തന്നെ ഒരു പുനർജന്മമാണോ? ദേവന്റെ വെളുത്തു തൊടുത്ത മുഖവും അവന്റെ ചാരക്കണ്ണുകളും പാർത്ഥന്റേതുപോലെ തന്നെയാണ്. ദേവൻ ഉറങ്ങിയിരുന്നില്ല. മുത്തശ്ശിയിൽ നിന്ന് അനുരാഗിണിയെപ്പറ്റി അറിഞ്ഞ നിമിഷം മുതൽ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു തിടുക്കം. കാത്തിരുന്ന് ആരെയോ കണ്ടുമുട്ടാനായി കണ്ണുകൾ തുടിക്കുന്നു. ആ നിമിഷം അവന് മുറിയിൽ തങ്ങാനായി തോന്നിയില്ല. മുറി വിട്ട് റാന്തൽ വിളക്ക് തൂക്കിയ പൂമുഖത്തെ തൂണിനരികിൽ വന്ന് നിന്നുകൊണ്ട് ദേവൻ തൊടിയിലേക്ക് നോക്കി. പൂനിലാവിൽ കുളിച്ചു നിൽക്കുന്ന മുറ്റം. അങ്ങ് ദൂരെ കാവിൽ നിന്ന് രാപ്പുള്ളുകൾ കൂവുന്ന ശബ്ദം. അവ തന്റെ ഇണയെ തേടുകയാണോ അതോ ഇരയെ തേടുകയാണോ? അറിയില്ല. പക്ഷെ ആ രാപ്പുള്ളുകളുടെ കൂവൽ പലരുടെയും മനസ്സിൽ ഭീതി ജനിപ്പിക്കും. ദേവൻ പൂമുഖത്ത് നിന്ന് തൊടിയിലേക്ക് ഇറങ്ങി നിന്നു. കുറച്ചങ്ങ് മാറി കാവിൽ നിൽക്കുന്ന ഏഴിലംപാല. പാർത്ഥൻ തൂങ്ങി മരിച്ചത് ആ പാലയിലായിരുന്നു എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. യക്ഷിയെ പ്രണയിച്ച ഒരു ആൺജന്മം. യക്ഷിയോടുള്ള കാമമാണോ അതോ പ്രണയമാണോ അവനെ മരണത്തിലേക്ക് നയിച്ചത്? ഒരു യക്ഷിയോട് തോന്നിയ അടങ്ങാത്ത അനുരാഗത്താൽ തീരാ വേദനകൾ അനുഭവിച്ചവൻ. അവളുടെ അഭാവത്തിൽ അവൻ എത്ര മനോദുഃഖം അനുഭവിച്ചു കാണും. കാവിലെ ഏഴിലംപാലയെ നോക്കി നിന്ന് ദേവന്റെ കണ്ണുകളിലേക്ക് ഒരു ഇരുട്ടിരച്ചു കയറി. കഴുത്തിൽ കയറ് മുറുകുന്ന വേദന. പ്രാണവായു കിട്ടാതെ നെഞ്ചു പിടയുന്ന അവസ്ഥ. കണ്ണുകൾ തുറിച്ച് നാവ് പുറത്തേക്ക് തള്ളി വന്നപ്പോൾ തുറച്ചുന്തിയ കണ്ണുകൾക്ക് മുന്നിൽ ഒരു രൂപം തെളിഞ്ഞു വന്നു. നക്ഷത്ര തിളക്കമുള്ള നീലാകാശത്തിന്റെ സൗന്ദര്യമുള്ള മുഖം. ദേവന്റെ ശരീരത്തിന് ഒരു പിടച്ചിലുണ്ടായി. ഇത്തിരി നേരത്തേക്ക് തനിക്ക് അനുഭവപ്പെട്ട മരണവെപ്രാളം അതൊരു തോന്നലായിരുന്നോ അതോ അതൊരു സ്വപ്നമായിരുന്നോ എന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ ആ നേരം മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയായി. തൂങ്ങിച്ചാകാൻ നേരം പാർത്ഥനുണ്ടായ മരണവെപ്രാളം തനിക്കിപ്പോ എന്തുകൊണ്ട് അനുഭവപ്പെട്ടു? പാർത്ഥൻ അനുഭവിച്ച വേദനയെപ്പറ്റി ഓർത്തപ്പോൾ അങ്ങനെ ഒന്ന് തോന്നിയതാവാം. ദേവൻ അല്പം കൂടി മുന്നോട്ട് നടന്നു. കാവിനടുത്തെത്തി. ഏഴിലംപാലയുടെ ചുവട്ടിലെത്തിയപ്പോഴേക്കും അവൻ പിടിച്ചു കിട്ടിയതുപോലെ നിന്നുപോയി. ഒഴുകിപ്പറന്ന നിലാവെളിച്ചത്തിന് പെട്ടെന്ന് ഒരു മങ്ങൽ അനുഭവപ്പെട്ടു. തെളിഞ്ഞു നിന്ന ചന്ദ്രബിംബത്തിന്റെ മുകളിലേക്ക് കരിമേഘങ്ങൾ പടർന്നു കയറി. ആരോ അടക്കം പറയുന്ന ഒരുതരം ശബ്ദം ദേവന്റെ കാതിൽ പതിഞ്ഞു. കാട്ടുതെച്ചികൾ വിരിഞ്ഞു നിന്ന കാവിന് ഭയാനകമായ മാറ്റം വന്നു. ദേവൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചു. നിലാവിനെ തടസ്സപ്പെടുത്തി കടന്നു വന്ന ഇരുട്ടിൽ ആരോ ഒരാൾ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൻ അപ്പോൾ തോന്നിപ്പോയി. നഗ്നമായ തന്റെ നെഞ്ചിൽ ഉരസി നീങ്ങിയ കാട്ടിൽ മാസ്മരികമായ ഒരു ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. തന്നെ പൊതിഞ്ഞു നിന്ന ആ ഗന്ധത്തെ ആവോളം മൂക്കിലേക്ക് വലിച്ചെടുത്ത് ദേവൻ പാലച്ചുവട്ടിൽ തന്നെ നിന്നു. വളരെ പരിചയമുള്ള ഒരു ഗന്ധം. അറിയാവുന്ന ആരോ ഒരാളുടെ സാമീപ്യം. പക്ഷേ അതാരാണ്? ആ ഗന്ധം ആരുടേതാണ്? അറിയില്ല. പാലച്ചുവട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ അയാൾ മടിച്ചു. ദൂരെയുള്ള ഞാവൽ മരത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാട്ടുവള്ളിയിൽ ഒരു കരിനാഗം ചുറ്റിപ്പിണഞ്ഞു കിടന്നിരുന്നു. പൊടുന്നനെ തൂങ്ങിയാടിയ വള്ളികൾ കനക്കം തട്ടി. വള്ളിപ്പടർപ്പുകൾ കടന്ന് എവിടെ നിന്നോ ഒരു കറുത്ത നായ മുന്നോട്ട് വന്നു. അതതിന്റെ നീലൻ വാല് താഴ്ത്തി ദേവനെ നോക്കി ഓരിയിട്ടു. ആ ഒരു ശബ്ദം കേട്ട് ദേവൻ വിറച്ചുപോയി. കനത്ത ഇരുട്ട്. അവൻ ചുറ്റും നോക്കി. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഏഴിലംപാല. അതിൽ ചാരി നിൽക്കുകയാണ് താൻ. കാവിലിരുട്ടിൽ നിന്ന് ദേവൻ തിരിച്ചു നടന്നു. അടുത്ത പകൽ ഒരു തോൾസഞ്ചിയും തൂക്കി ദേവൻ മേലേടെ തില്ലത്തിന്റെ പടികളിറങ്ങി. ആ സമയം അച്ഛനും അമ്മയും എങ്ങോട്ടാണ് ഈ പോക്കെന്നറിയാൻ മുന്നിൽ വന്നു നിന്നു. തൽക്കാലം ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. മനസ്സൊന്ന് ശാന്തമാകാൻ അല്പം സമയമെടുക്കും. നിങ്ങൾ ഭയക്കണ്ട, ഞാൻ തിരിച്ചു വരും. അലസമായ ഒരു മറുപടി നൽകിക്കൊണ്ട് ദേവൻ അവിടെ നിന്ന് നടന്നകന്നു. ഭാർഗവൻ മകനെ തടഞ്ഞില്ല. സുധർമ്മ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ദേവനെ നോക്കി നിന്നു. ചുക്കിച്ചുളിഞ്ഞ കാലിൽ തൈലമിട്ട് തിരുമ്മിക്കൊണ്ടിരുന്ന രമണിയമ്മയും അകത്തെ മുറിയുടെ ജനാലിൽ കൂടി ദേവനെ വീക്ഷിച്ചു. അനുരാഗിണിയെ തേടി അവൻ പുറപ്പെട്ടിരിക്കുന്നു. അനുരാഗിണിയെ തേടിപ്പോകാൻ ദേവൻ ധൈര്യം കാണിച്ചെങ്കിൽ അവൻ പാർത്ഥന്റെ പുനർജന്മം തന്നെയായിരിക്കണം. ദേവൻ മുന്നിൽ കണ്ട വഴിയിലൂടെ നടന്നു. എങ്ങോട്ടേക്കോ എത്തിച്ചേരുന്ന വഴികൾ.
മലകൾക്കപ്പുറം താമസിക്കുന്ന ആ അക്കൂരിയെ കാണണം. മേലെടുത്തിലെത്തിയ ആൺതലമുറയെ യക്ഷിശാപത്തിൽ നിന്ന് മുക്തരാക്കണം. നടപ്പിന് വേഗത കൂടി. എത്ര നടക്കണം? എന്ത് ദൂരമുണ്ട്? ഒന്നും അറിയില്ല. അങ്ങനെ ഏറെ ദൂരം നടന്നപ്പോൾ വഴിയിൽ ഒരു കാളവണ്ടി കണ്ടു. കുലുങ്ങി കുലുങ്ങി നീങ്ങുന്നൊരു കാളവണ്ടി. ദേവൻ ഓടി അതിന്റെ മുന്നിലേക്ക് ചെന്നു. പെട്ടെന്ന് കാളവണ്ടി നിന്നു. കറുത്ത തടിച്ച വസൂരിക്കലകൾ നിറഞ്ഞ മുഖമുള്ള കാളവണ്ടിക്കാരൻ ദേവനോട് ചോദിച്ചു, എങ്ങോട്ടാ കുഞ്ഞേ? ദേവൻ ഉത്തരമില്ല. എവിടേക്കാണെന്ന് പറയണം. കനത്ത വെയിലിൽ അന്തമില്ലാതെ നീണ്ടുകിടക്കുന്ന വഴിയിലേക്ക് നോക്കി ദേവൻ പറഞ്ഞു, ഈ കാളവണ്ടി എവിടം വരെയും പോകുമോ അവിടെ എന്നെ ഇറക്കി വിട്ടേക്കൂ. പറഞ്ഞതിനോടൊപ്പം തന്നെ ദേവൻ കാളവണ്ടിയിൽ കയറി കഴിഞ്ഞിരുന്നു. വീണ്ടും കാളവണ്ടി കുലുങ്ങി കുലുങ്ങി യാത്ര ആരംഭിച്ചു. കാളവണ്ടിയിൽ നരച്ച നീണ്ട താടിയും മുടിയുമുള്ള ഒരു വൃദ്ധൻ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ തൊട്ടടുത്തിരുന്ന ദേവനെ നോക്കി. അവന്റെ രോമാവൃതമായ മാറിൽ പറ്റിച്ചേർന്ന് കിടന്ന പൂന്നൂലിലേക്ക് നോക്കിക്കൊണ്ട് വൃദ്ധൻ ദേവനോട് പറഞ്ഞു, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വല്ലാതെ വിഷമിക്കും. അതിലേക്കുള്ള മാർഗങ്ങൾ വിഘ്നങ്ങൾ നിറഞ്ഞതാണ്. ദേവൻ തല ഉയർത്തി മുന്നിലിരുന്ന വൃദ്ധനെ നോക്കി. മുഷിഞ്ഞ കാഷായ വസ്ത്രം, മുറുക്കാൻ കറപിടിച്ച പല്ലുകൾ, നെറ്റിയിലെ നീലൻ ഭസ്മക്കുറി, കഴുത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന രുദ്രാക്ഷമാലകൾ. തന്റെ ലക്ഷ്യത്തെപ്പറ്റി പറയുന്ന ഈ വൃദ്ധൻ ആരായിരിക്കും? ദേവൻ മുഖത്തൊരു ചിരി വരുത്തി. എന്നിട്ട് അയാളോട് ചോദിച്ചു, മുത്തശ്ശനെ എങ്ങനെ മനസ്സിലായി എന്റെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം തടസ്സങ്ങൾ നിറഞ്ഞതാണെന്ന്? എളിമയുള്ള സംസാരം, എന്തും നേരിടാനുള്ള ചങ്കൂറ്റം. കൊള്ളാം. എത്ര തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും നീ ലക്ഷ്യത്തിലെത്തിയിരിക്കും. ദേവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. നെഞ്ചിൽ തിങ്ങി നിറഞ്ഞൊരു ഭാരം പെട്ടെന്ന് മാറിയതുപോലെ അവന് തോന്നി. നിന്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ പലതും വായിച്ചറിഞ്ഞു. ഇനി നിനക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ദേവന് അതിശയം തോന്നി. അവൻ മടിക്കാതെ തന്റെ മനസ്സിലുള്ള അത്രയും കാര്യങ്ങൾ ആ വൃദ്ധനെ പറഞ്ഞു കേൾപ്പിച്ചു. വൃദ്ധൻ ദീർഘശ്വാസത്തോടെ പറഞ്ഞു, അപ്പോൾ ആ മല കടക്കണം, ആ കൂരിയെ കണ്ടെത്തണം. സാരമില്ല, ഞാൻ നിന്നെ സഹായിക്കാം. ഉടനെ കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞ് പേടിക്കണ്ട, ഇദ്ദേഹത്തിനെ കുഞ്ഞിനറിയില്ലയോ? ദേവൻ വണ്ടിക്കാരനെ നോക്കി. വണ്ടിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മലക്കപ്പുറമുള്ള കാട്ടിലാ ഇദ്ദേഹത്തിന്റെ താമസം. ഇദ്ദേഹത്തിനറിയാത്ത പച്ചമരുന്നുകളില്ല. മന്ത്രതന്ത്ര വിദ്യകളുടെ അകമ്പടിയോടെ രോഗങ്ങളുടെ ശമനത്തിന് മാനസികമായ ശക്തി നൽകാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. മന്ത്രവും ഔഷധവും ഒന്നിച്ചു കലർന്ന ഒരു ചികിത്സാ രീതിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. മന്ത്രവിധികളും പച്ചമരുന്ന് പ്രയോഗവും ഒന്നിച്ച് നടത്തിയിരുന്ന നഞ്ചുണ്ടനാഥരുടെ തലമുറയിൽപ്പെട്ട അച്യുതൻ വൈദ്യനാണ് കുഞ്ഞിന്റെ മുന്നിലിരിക്കുന്നത്. കാടിനുള്ളിലെ ഏത് വഴിയും വൈദ്യന് നല്ല തിട്ടമാണ്. ദേവന് വല്ലാത്ത സന്തോഷം തോന്നി. വൈദ്യസിദ്ധി തലമുറകളായി എനിക്ക് പകർന്നു കിട്ടിയ ഒരറിവാണ്. എനിക്കതിൽ അഹങ്കാരമൊന്നുമില്ല. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കുക എന്നത് എന്റെ ധർമ്മമാണ്. അതങ്ങട് ഞാൻ വൃത്തിയായി ചെയ്യുന്നു എന്ന് മാത്രം. മലയും അതിനോട് ചേർന്ന ഈ കാട്ടിലെ ഓരോ വഴിയും എനിക്ക് മനപ്പാടമാണ്. പച്ചമരുന്നുകൾ പറിക്കാനായി ഞാൻ പലപ്പോഴും ഈ കാട് മുഴുവനും അലയാറുണ്ട്. ദേവന് ആശ്വാസമായി. അവന്റെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ നിഴലിച്ചു. അല്പനേരത്തെ മൗനത്തിന് ശേഷം വൈദ്യൻ പറഞ്ഞു, കുഞ്ഞു പറഞ്ഞ ഈ അക്കൂരിയെ ഞാൻ ഓരോ തവണ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അമാവാസി നാളുകളിൽ കാടിന്റെ അപ്പുറമുള്ള ചുടലപ്പറമ്പിൽ ശവാരാധന നടത്താൻ വരാറുണ്ട്. സ്ഥിരമായി അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. എവിടുന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു. എനിക്ക് അദ്ദേഹത്തെ പറ്റി അത്രയും. ഈ കാട്ടിൽ താമസിക്കുന്ന ആദിവാസികളെയാണ് ആ ചുടലക്കളത്തിൽ അടക്കം ചെയ്യാറുള്ളത്. അക്കൂട്ടർക്ക് ഈ അക്കൂരിയെ അറിയാം. കാളവണ്ടി പെട്ടെന്ന് നിന്നു. വൃദ്ധൻ കാളവണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇനി അങ്ങട് വനമാണ്. കാളവണ്ടി ഇവിടം വരെയേ ഉള്ളൂ. കാളവണ്ടിക്കാരന്റെ ആ സംസാരം കേട്ട് ദേവൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. തുണിസഞ്ചിയിൽ നിന്ന് കുറച്ചധികം നോട്ടുകൾ അവൻ വണ്ടിക്കാരന്റെ മുഷിഞ്ഞ കുപ്പായത്തിന്റെ കീശയിലേക്ക് തിരികെ. അയാൾക്ക് അടക്കാനാവാത്ത സന്തോഷം തോന്നി. വൃദ്ധൻ കൊടുത്ത പണം വണ്ടിക്കാരൻ വാങ്ങിച്ചില്ല. എന്റെ മകനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് അങ്ങല്ലയോ? പാമ്പ് കടിയേറ്റ് എന്റെ മകനെ ചികിത്സിച്ച് ഭേദമാക്കി ജീവനോടെ എനിക്ക് തിരിച്ചു തന്നില്ലേ? ഈശ്വരന് തുല്യനായ അങ്ങയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഈ പണം മേടിക്കുക? വണ്ടിക്കാരൻ വിനയത്തോടെ പറഞ്ഞു, ഞാൻ എൻ്റെ കർമ്മം ചെയ്തെന്ന് മാത്രം. നിന്റെ ജോലിക്കുള്ള കൂലി നീ വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്കത് വിഷമം ഉണ്ടാക്കും.
മറ്റു മാർഗമില്ലാതെ വണ്ടിക്കാരൻ ആ പണം മേടിച്ചു. കാളവണ്ടി തിരിച്ചുപോയി. വൃദ്ധന്റെ പിന്നാലെ ദേവൻ നടപ്പു തുടർന്നു. ഈ കാനനപാതയുടെ അറ്റത്താണ് എന്റെ താമസം. എന്റെ സഹായത്തിന് 1-2 കാട്ടുവാസികളുണ്ട്. വൃദ്ധൻ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഉച്ചവെയിലിന് കനത്ത ചൂടുണ്ടായിരുന്നു. പക്ഷേ കാനനപാതയിലെ വൃക്ഷക്കൂട്ടങ്ങളുടെ ചോല ആ വെയിലിനെയും ചൂടിനെയും തടഞ്ഞു നിർത്തി. ഞാൻ പറയുന്ന വഴിയെ പോയാൽ ഇന്ന് രാത്രിയോടെ നിനക്ക് മലയിറങ്ങാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ ആ അക്കൂരി മലക്കപ്പുറമുള്ള കാട്ടിലുണ്ടാകും. കുറച്ചേറെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കുടിലെത്തി. കുടിലിനരിയിലൂടെ കളകളാ ശബ്ദത്തോടെ ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. ദേവൻ അരുവിയിലേക്കിറങ്ങി കൈയും കാലും മുഖവും നനച്ചു. വൈദ്യൻ ഉടൻ തന്നെ അകത്തേക്ക് പോയി. ഒരു പാത്രത്തിൽ അല്പം അവലും കുറച്ച് പഴങ്ങളുമായി അദ്ദേഹം തിരിച്ചു വന്നു. യാത്രാക്ഷീണത്തോടൊപ്പം തന്നെ ദേവന് നല്ല വിശപ്പുണ്ടായിരുന്നു. യാതൊരു മടിയും കൂടാതെ അവൻ ആ ഭക്ഷണം മുഴുവനും കഴിച്ചു. എനിക്ക് നിന്റെ കൂടെ വരാൻ താല്പര്യമുണ്ട്. പക്ഷേ എന്റെ പ്രായം അതിന് അനുവദിക്കുന്നില്ല. മരുന്നിന് രോഗത്തെ മാറ്റാം, പക്ഷേ വാർദ്ധക്യത്തെ മാറ്റാൻ ഒരു മരുന്നിനും ആവില്ലല്ലോ. 98 കഴിഞ്ഞ ഞാൻ നിന്റെ കൂടെ ചാടി പുറപ്പെട്ടാൽ വഴിമധ്യേ ഞാൻ നിനക്കൊരു ബാധ്യതയാകും. അത് വേണ്ട. ഞാൻ പറഞ്ഞു തന്ന അടയാളങ്ങളും വഴിയും ഓർത്തുവെച്ച് നീ യാത്ര തുടരണം. ദേവൻ വിട പറയുന്നതിന് മുമ്പ് യാത്രയിൽ ആവശ്യമായ പലതും വൈദ്യൻ ഒരു സഞ്ചിയിൽ നിറച്ചു നൽകി. ഒറ്റയ്ക്ക് നടന്നകുന്ന ആ ചെറുപ്പക്കാരനെ നോക്കി വൈദ്യൻ കുടിലിന് മുന്നിൽ അങ്ങനെ നിന്നു. അതിഘോരമായ വനം, കല്ലും മുള്ളും നിറഞ്ഞ കാനനപാത, ഇരുട്ടി പിടിച്ചു കിടന്ന കാടിനുള്ളിൽ നിന്ന് കാട്ടുമൃഗങ്ങളുടെ വിറകൊള്ളിക്കുന്ന ഗർജനം, ചീവീടുകളുടെ കരച്ചിൽ. മുന്നിലെ വള്ളിപ്പടർപ്പുകളെ വകഞ്ഞു മാറ്റി ദേവൻ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. ഇരുട്ടുന്നതിന് മുമ്പേ മലയിറങ്ങണം. അവന്റെ കാലുകൾക്ക് വേഗത കൂടി. ആകാശം മുട്ടി വളർന്നു നിൽക്കുന്ന വൃക്ഷത്തലപ്പുകളുടെ തണലാൽ കാടിനുൾവശം ആകെ ഇരുണ്ടു കിടന്നു. ദേവൻ മുന്നിലേക്ക് നടന്നു നീങ്ങുന്നോറും പിന്നിലായി ആരോ ഓടി വരുന്നതായി അവന് തോന്നി. അവൻ തിരിഞ്ഞു നോക്കി. വള്ളിപ്പടർപ്പുകൾ തിങ്ങിയ പാത തീർത്തും വിജനമായിരുന്നു. വഴി അറിയാനായി പിന്നിട്ട വഴികളിൽ നിന്നിരുന്ന കൂറ്റൻ മരങ്ങളുടെ തടിയിൽ ചുവന്ന തുണിക്കഷ്ണങ്ങൾ ആരോ ചുറ്റിക്കെട്ടിയിരുന്നു. ഇനി നടന്നു മുന്നേറാനുള്ള വഴിയിലെ ചില മരങ്ങളിലും ചുവന്ന തുണിക്കഷ്ണം ചുറ്റിക്കെട്ടിയിരുന്നു. വൈദ്യൻ പറഞ്ഞു തന്ന അടയാളങ്ങൾ മനസ്സിലാക്കി ദേവൻ നടന്നു മുന്നേറി. അങ്ങനെ ആ നടപ്പിനിടയിൽ അവൻ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. ആ വഴിയിലുള്ള മരങ്ങളിൽ വെളുത്ത നിറത്തിലുള്ള തുണിക്കഷ്ണങ്ങളാണ് ചുറ്റിക്കെട്ടിയിരുന്നത്. ദേവൻ ആ സമയം വൈദ്യന്റെ വാക്കുകൾ ഓർത്തു. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഏറെ ശ്രദ്ധിക്കണം. മരിച്ചുപോയവരുടെ ആത്മാക്കൾ അലഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമാണിത്. വെള്ളിമല. മനസ്സ് പതറരുത്, ഭയക്കരുത്. യാത്രക്കാരന്റെ വഴിതെറ്റിച്ച് മരണത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകാൻ വെള്ളിമലയിൽ ഇറങ്ങുന്ന ആത്മാക്കൾക്കാവുമത്രേ. ദേവന്റെ കണ്ണ് ഓരോ മരത്തിലും കെട്ടിയിരുന്ന തുണി കഷ്ണത്തിലേക്ക് പതിഞ്ഞു. നീണ്ട വഴിയിലെ വെള്ള കെട്ടിയ മരങ്ങളുടെ എണ്ണം നീണ്ടുപോയി. ശ്രദ്ധാപൂർവം ദേവൻ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. ദൂരെ എവിടെയോ അലച്ചു തല്ലി ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം. ദേവൻ കാതോർത്തു. മുന്നോട്ട് നടക്കുന്തോറും വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കൂടിക്കൂടി വന്നു. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും കാറ്റുപോലെ എന്തോ ഒന്ന് തന്റെ കൂടെ കൂടിയെന്ന് ദേവന് മനസ്സിലായി. ചെവിയോട് ചേർന്ന് കേട്ട ഇരമ്പലിൽ നിന്ന് ദേവൻ ഒരു കാര്യം പിടികിട്ടി. ദേഹമില്ലാത്ത എന്തോ ഒന്ന് തന്റെ ചോരയോട്ടമുള്ള ദേഹത്തിനെ കൊതിക്കുന്നു. തന്നിലൂടെ അത് പുനർജനിക്കാൻ ആഗ്രഹിക്കുന്നു. പോകെ പോകെ ദേവന് തോളിന് മുകളിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. ആരോ തോളിലിരിക്കുന്നത് പോലെ അവന് തോന്നിപ്പോയി. മെല്ലെ മെല്ലെ ആ ഭാരം കൂടി വന്നു. എന്റെ ദേവിയെ, ഇനി എന്താ ചെയ്യുക? കാലുകൾ കുഴയുകയാണ്. വൈദ്യർ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് ഏതോ ഒരു ബാധ തന്റെ കൂടെ കൂടിയിട്ടുണ്ട്. പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളെ ധൈര്യപൂർവ്വം നേരിടുക. ചെവിക്കരികിൽ ചേർന്ന് കേട്ട ആ മൂളിച്ച ഇപ്പോൾ ചുറ്റിലും കേൾക്കുന്നതായി തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നു. കാലുകൾ താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കല്ല നീങ്ങുന്നത്. വെള്ളിമലയിലെ ആത്മാക്കളുടെ രോദനം കാറ്റിൽ അലയടിച്ചു. കാറ്റിനൊപ്പം കറങ്ങി നടക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവിന്റെ ഇരയായി തീരുമോ താൻ? വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത പാറക്കെട്ടിനരികിൽ കൂട്ടത്തോടെ കുറെ കറുത്ത തുമ്പികൾ പാറി നടക്കുന്നുണ്ടായിരുന്നു. തണൽ വീണ തണുത്ത കാനനപാതയിൽ പെട്ടെന്ന് മൂടൽമഞ്ഞ് നിറയാൻ തുടങ്ങി. വെളുത്ത കട്ടിയുള്ള ആ മൂടൽമഞ്ഞിൽ ഏതൊക്കെയോ രൂപങ്ങൾ ചിരിച്ചു മറിഞ്ഞു. തന്റെ ദേഹത്തിനോട് ചേർന്ന് തെന്നി നീങ്ങിയ ആ രൂപങ്ങൾ തന്നെ മരണപാതയിലേക്ക് നയിക്കുകയാണ്.
നാവ് കുഴയുന്നുണ്ടെങ്കിൽ കൂടിയും ദേവൻ മെല്ലെ ചൊല്ലിത്തുടങ്ങി. ശ്രീഗുരു ചരണ സരോജരജ നിജമന മുകുര സുധാരി. ദേഹമില്ലാത്ത രൂപങ്ങൾ ഭയപ്പെടുത്താൻ തുടങ്ങുമ്പോൾ തെറ്റാതെ ഭയം കൂടാതെ ഹനുമാൻ ചാലിസ ചൊല്ലണം. അച്യുതൻ വൈദ്യന്റെ വാക്കുകൾ കാതിൽ അലയടിച്ചു. ചുറ്റിനും കറങ്ങി നടന്ന രൂപങ്ങൾ കോടമഞ്ഞിനൊപ്പം മാഞ്ഞുപോയി. അടുത്തൊരു കാൽച്ചുവട് കൂടി താൻ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ എത്തമില്ലാത്ത കയത്തിലേക്ക് വീണ് താനും ദേഹമില്ലാത്ത ഒരു ആത്മാവായി മാറിയേനും. എന്റെ ആഞ്ജനേയ സ്വാമി, നീ കാത്തു. പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിനരികിലെ പാറക്കെട്ടിന് മുകളിൽ നിന്ന് ദേവൻ പിന്തിരിഞ്ഞു നടന്നു. ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് ദേവൻ ആ വഴി അത്രയും പിന്നിട്ടു. പാതയോരത്തെ മരങ്ങളിലെ വെളുത്ത തുണികൾ പിന്നീടങ്ങോട്ട് ചുവപ്പായി മാറി. ഓരോ അടയാളങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ദേവൻ തന്റെ നടപ്പ് തുടർന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് ആ കാഴ്ച കണ്ട് അവൻ പെട്ടെന്ന് നിന്നു. ഇനിയുള്ള മരങ്ങളിലെ തുണിക്കഷ്ണങ്ങൾ കറുപ്പാണ്. ഇനി കരിങ്കുട്ടിമല താണ്ടണം. അത് കഴിഞ്ഞാൽ ഇറക്കം കടന്നെന്ന് പറയാം. കുത്തനെയുള്ള മലകയറ്റം. കരിങ്കുട്ടിമല പിശാചുക്കളുടെ വാസകേന്ദ്രമാണ്. ദുർജനങ്ങളുടെ ആത്മാക്കൾ താണ്ഡവമാടുന്ന കരിങ്കുട്ടിമല. ഇനി ഇവിടെ എന്ത് അപകടമാണോ തന്നെ കാത്തിരിക്കുന്നത്? മനുഷ്യരക്തത്തിനായി ദാഹിച്ചു നടക്കുന്ന പിശാചുക്കൾ ഇവിടെ അലഞ്ഞു തിരിയുന്നുണ്ടാവാം. ഒരു പരീക്ഷണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു കാൽപെരുമാറ്റം കേട്ടു തുടങ്ങി. ദേവൻ തന്നോട് തന്നെ പറഞ്ഞു, ഭയക്കരുത്. ഭയന്നാൽ മരണം ഉറപ്പാണ്. കരിയിലകൾ കാലമർത്തി ചവിട്ടുന്ന ശബ്ദം. പിന്നെ അത് തന്നെയും കടന്ന് മുന്നോട്ട് പാഞ്ഞു. ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരണക്കൽ ശബ്ദം കേട്ടു തുടങ്ങി. കാട്ടുമരങ്ങളുടെ ഇടയിൽ നിന്ന് ഇരുട്ടിന്റെ മറപറ്റി ഭയാനകമായ ഒരു രൂപം അവന്റെ മുന്നിലേക്ക് ചാടി വീണു. പാതി ചെന്നായുടെയും പാതി മനുഷ്യന്റെയും രൂപമുള്ള ആ സത്വത്തിന് വല്ലാത്ത ദുർഗന്ധമായിരുന്നു. മുഖം ചെന്നായുടേതുപോലെയും കൈകാലുകൾ മനുഷ്യന്റേതുപോലെയുമുള്ള ആ രൂപം ദേവനെ നോക്കി ഗർജിച്ചു. ഒന്നും ആലോചിക്കാതെ അവൻ മുന്നോട്ട് പാഞ്ഞു. വികൃതവും ഭയാനകവുമായ ആ രൂപം തൊട്ടു പുറകെയല്ല, ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ കിതപ്പ് അന്തരീക്ഷത്തിൽ ഉയർന്ന് കേൾക്കാമായിരുന്നു. ഓടുന്നതിനിടയിൽ തന്നെ ദേവൻ വൈദ്യനേൽപ്പിച്ച സഞ്ചിയിൽ നിന്ന് തുണി ചുറ്റിയ ഒരു കമ്പ് കഷ്ണം പുറത്തെടുത്തു. ഓരോ തടസ്സങ്ങളെയും എതിരിടാനായി അച്യുതൻ വൈദ്യൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. തിന്മയുടെ മൂർത്തിയായ പിശാച് വെളിച്ചത്തെ ഭയക്കുന്നു. അഗ്നിയുടെ ചൂടിനെ ഭയക്കുന്നു. അറിവില്ലായ്മ അന്ധകാരം, ജ്ഞാനം പ്രകാശം. പ്രകാശം പരക്കുമ്പോൾ ഇരുട്ട് ഓടി മറയുന്നു. ഓടി മടുത്ത ദേവൻ നിന്നു. തിടുക്കത്തിൽ കയ്യിലെ കമ്പിൽ അവൻ തീ കൊളുത്തി. കമ്പിൽ ചുറ്റിക്കെട്ടിയ പഴംതുണിയിൽ എന്തോ ലേപനം പുരട്ടിയിരുന്നു. അതിനാലായിരിക്കും അച്യുതൻ വൈദ്യൻ സമ്മാനിച്ച ആ പന്തം പെട്ടെന്ന് അങ്ങടെ ആളിക്കത്തിയത്. ഒപ്പത്തിനൊപ്പം ഓടി വന്ന ആ വികൃതമായ രൂപത്തിന്റെ കിതപ്പു നിന്നു. അത് ദേവനെ നോക്കി ഒന്ന് ചീറ്റി. പിന്നീട് കാട്ടുപൊന്തക്കിടയിൽ മറഞ്ഞു. ഇരുട്ട് വീണപ്പോഴേ മലയിറങ്ങി. ദേവന് തളർച്ച അനുഭവപ്പെട്ടു. കയ്യിലിരുന്ന പന്തം കെടുത്തിയിരുന്നില്ല. മലയിറക്കത്തിന് ശേഷം മറ്റൊരു കാടായിരുന്നു. കാനനപാതയിലെ ഉയർന്ന മരങ്ങളിൽ കൂമന്മാർ കൂകി വിളിച്ചു, ഇനി ചുടലക്കാടാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ആ അക്കൂരിയെത്താൻ കണ്ടുമുട്ടു. ഏറെ ദൂരം പിന്നിട്ട് ദേവൻ ഒടുക്കൻ ചുടലക്കാട്ടിലെത്തി. ഭയപ്പെടരുത്. ദേവൻ ഓരോ നിമിഷവും സ്വയം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. മുന്നോട്ട് നടക്കുന്തോറും മൂക്കിലേക്ക് വല്ലാത്തൊരു ഗന്ധം അടിച്ചു കയറി. പുക കലർന്ന ആ ഗന്ധം ദേവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ശവം കരിയുന്ന മണം. ചുടലക്കാടാണ്. എവിടെയോ ചിത എരിയുന്നുണ്ട്. എത്ര വലിയ തറവാട്ടിൽ ജനിച്ച് ഏതൊക്കെ പദവി അലങ്കരിച്ചാലും ശരി, ഒടുവിൽ ഒരു നാൾ ഒരു ചിത അവനായി ഒരുങ്ങും. അഗ്നി അവന്റെ ദേഹത്തെ ചാമ്പലാക്കും. ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം ജഡം മാത്രമാണ്. ദേഹത്തിൽ നിന്ന് ദേഹി മാറിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് പിണമാണ്. അതിനെ എന്തിനു പേടിക്കണം? ദേവൻ ചുറ്റും കണ്ണോടിച്ചു. ചുള്ളക്കളത്തിലെ അരണ്ട പ്രകാശത്തിൽ അങ്ങു ദൂരെ ഒരു ചിതയിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നു. ദേവൻ അവിടേക്ക് നടന്നു. ജട പിടിച്ച നീണ്ട താടിയും മുടിയുമുള്ള ഒരു മനുഷ്യൻ അല്പവസ്ത്രധാരിയായി ആ ചിതയുടെ അരികിലിരിക്കുന്നു. ദേഹത്താകെ ഭസ്മം വാരി പൂശിയിട്ടുണ്ട്. കഴുത്തിൽ നിറയെ രുദ്രാക്ഷമാലകൾ. ചിതയിലെ തീയിൽ വെന്തു തുടങ്ങിയ മനുഷ്യമാംസം രുചിയോടെ ഭക്ഷിക്കുന്ന ആ വികൃതമായ മനുഷ്യരൂപത്തെ നോക്കി തെല്ലു ഭയത്തോടെ ദേവൻ നിന്നു. അറപ്പുളവാക്കുന്ന കാഴ്ചയാണ്. പക്ഷേ താൻ തേടി വന്ന ആളാണ് തന്റെ മുന്നിലിരിക്കുന്നത്. എന്തായാലും ഭക്ഷണം കഴിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്.
തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാം, ദേവൻ തന്റെ മനസ്സിൽ പറഞ്ഞു. കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്ന ആ അക്കൂരി സന്യാസിയെ കണ്ടാലേ ആരും ഭയന്ന് വിറച്ചു പോകും. വെന്ത മാംസം കടിച്ചു പറിച്ചു തിന്നുന്ന ശബ്ദം ദേവനെ വല്ലാതെ അലോസരപ്പെടുത്തി. കുറച്ചു നിമിഷത്തെ കാത്തിരിപ്പിന് ശേഷം ദേവൻ വീണ്ടും 2 ചുവട് മുന്നോട്ട് വെച്ചു. അക്കൂരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. ചിതക്കരിയിൽ തന്നെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ. മുന്നിലെ കാൽപെരുമാറ്റം കേട്ട് അയാൾ തല ഉയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ അയാൾ സംശയത്തോടെ നോക്കി. ദേവൻ തന്നെ അക്കൂരിക്ക് പരിചയപ്പെടുത്തി. ചുടലക്കാടിനരികെയുള്ള ഒരു വലിയ മരത്തിന് കീഴേക്ക് അക്കൂരി ദേവനെ ക്ഷണിച്ചു. മരത്തിന് ചുവട്ടിലെ പരന്ന പാറയിൽ ഇരുന്നുകൊണ്ട് അക്കൂരി ദേവൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. യക്ഷിശാപം, അത് മാറണം. ശരി, വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാം. യക്ഷന്മാരുടെ രാജാവായ വൈശ്രവണൻ എന്ന കുബേരന്റെ സേവകരാണ് യക്ഷിണികൾ. സമ്പത്തിന്റെ അധിപനായ കുബേരന്റെ സേവകരായതുകൊണ്ട് തന്നെ നിധിയുടെ കാവലാണ് യക്ഷിയുടെ കർത്തവ്യം. 36 കൂട്ടം യക്ഷികളിൽ ഒരുവളാണ് താനീ പറഞ്ഞ അനുരാഗിണി എന്ന യക്ഷി. ദേവൻ അടിമുടിയൊന്ന് നോക്കിയതിനു ശേഷം അക്കൂരി സന്യാസി ഒന്ന് ചിരിച്ചു. ഇയാളുടെ ജന്മനക്ഷത്രം ഏതാ? രേവതി. ഗണം ദേവന്റേതാണ്. യക്ഷി ദർശനം ഉണ്ടാകും. ഇങ്ങോട്ട് അടുത്ത് വരിക, ഞാൻ ചില കാര്യങ്ങൾ ഇയാളുടെ കാതിൽ പറഞ്ഞു തരാം. ദേവൻ അക്കൂരിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അക്കൂരി ചെവിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവൻ വളരെ ശ്രദ്ധിച്ചു കേട്ടു. പിന്നീട് അയാൾ നൽകിയ പൊതിക്കെട്ട് വളരെ ശ്രദ്ധയോടെ അവൻ തന്റെ തോൾസഞ്ചിയിലേക്ക് വെച്ചു. നേരെ നടന്നോളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അവൾ ഉറപ്പായും നിന്റെ മുന്നിൽ വരും. ഒട്ടും സമയം കളയണ്ട, വേഗം നടന്നോളൂ. ദേവൻ മടിച്ചു നിന്നു. അക്കൂരി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തേ നിന്നത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ യക്ഷി വരുമോ? സംശയിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഗണവും പ്രായവും നാളും കൂടാതെ നിന്റെ ജന്മവും യക്ഷീ ദർശനത്തിന് യോജിച്ചതാണ്. സമയം കളയാതെ വേഗം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യൂ. പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ ദേവൻ ആ ഇരുട്ടിലൂടെ നടപ്പാരംഭിച്ചു. ചുടലക്കാട് കഴിഞ്ഞ് ചന്ദനം മണക്കുന്ന ഒരു കാട്ടിലെത്തിയവൻ കയ്യിലിരുന്ന പന്തത്തിന്റെ വെട്ടത്തിൽ അവൻ ചുറ്റിനും നോക്കി. കറുത്ത ഓടൽ, കാട്ടുഞാവൽ, അകിൽ, ചെറുതാലി, ചേര്, താന്നി, ഇത്തി, കാട്ടുപുളി, ഏഴിലമ്പാലകളും കരിമ്പനകളും. ഇടയ്ക്ക് ചന്ദനമരങ്ങൾ നിറഞ്ഞു നിന്ന കാട് മുൻപ് കണ്ട കാടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. കുറച്ചു മാറി വലിയൊരു കരിമ്പനയുടെ തൊട്ട് പിന്നിലായി നിന്ന പൂവരശിന്റെ മരത്തിനടിയിലേക്ക് അവൻ നടന്നു ചെന്നു. തോളിലെ സഞ്ചി ഒരു മരക്കൊമ്പിൽ തൂക്കിയിട്ടതിനു ശേഷം കയ്യിൽ കരുതിയ പന്തം മരത്തിൽ കെട്ടിവെച്ചു. ജുബ്ബ ഊരി മാറ്റി മുണ്ടും മാറി സഞ്ചിയിൽ നിന്ന് മറ്റൊന്നെടുത്തെടുത്തു. കുറച്ചകലെ പുഴ ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. മറ്റൊരു പന്തം കത്തിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവൻ പുഴയിൽ പോയി മുങ്ങിക്കുളിച്ചു. ഈറൻ മാറാതെ തിരിച്ചു വന്നു. ആ പന്തവും അടുത്തുള്ളൊരു മരത്തിൽ കെട്ടിവെച്ചതിന് ശേഷം സഞ്ചിയിൽ നിന്ന് ഒരു പൊതിയെടുത്തു. അക്കൂരി നൽകിയ കുങ്കുമം കൊണ്ട് പൂവരശിന്റെ തോലിൽ ഒരു സ്ത്രീരൂപം വരച്ചു. ശേഷം അഗ്നിയും കുന്തിരിക്കവും കാട്ടുതെച്ചിയും കൊണ്ട് ദേവൻ പൂജാവിധികൾ ആരംഭിച്ചു. തെറ്റുകൂടാതെ യക്ഷീമന്ത്രം ചൊല്ലിക്കൊണ്ട് അവൻ പൂവരശിന്റെ തോലിൽ വരച്ച സ്ത്രീരൂപത്തിലേക്ക് നോക്കി നിന്നു. അക്കൂരി നൽകിയ പൊതിക്കെട്ടിലെ താളിയോലകൾ നോക്കി ദേവൻ തെറ്റാതെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. സമയം കടന്നുപോയി. മന്ത്രങ്ങൾ പലതവണ അവൻ ആവർത്തിച്ച് ചൊല്ലി. അവസാനം കുന്തിരിക്കത്തിന്റെ ഗന്ധത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു ഗന്ധം അവിടെ ആകെ പരന്നു. ഇല്ലത്തെ കാവിൽ പാലമരത്തിനടിയിൽ ചെന്ന് നിന്നപ്പോൾ അനുഭവപ്പെട്ട അതേ മാസ്മരിക ഗന്ധം. ദേവന്റെ ശരീരത്തെ രോമകൂപങ്ങൾ എഴുന്നു നിന്നു. ചെവിക്ക് പിന്നിൽ നിന്ന് ആരോ എന്തോ മന്ത്രിക്കുന്നത് പോലെ ദേവൻ ചെവി വട്ടം പിടിച്ചു. പാലമരങ്ങളെ തഴുകി അങ്ങ് ദൂരെ നിന്ന് ഒരു തണുത്ത കാറ്റ് ദേവന്റെ നെഞ്ചിൽ തലോടി കടന്നുപോയി. അവൻ വളരെ പതുക്കെ കണ്ണുകൾ തുറന്നു. ചുറ്റിനും നിൽക്കുന്ന പലവിധ വൃക്ഷലതാദികളിലേക്ക് അവന്റെ നോട്ടം പതിഞ്ഞു. കാട്ടുഞാവലിൽ ഒരു വെള്ളിമുങ്ങ ദേവനെ നോക്കി കണ്ണുരുട്ടി. പെട്ടെന്ന് വെള്ളിമിന്നൽ പിണരി പോലെ ഒരു പ്രകാശത്തിനൊപ്പം ഏഴിലമ്പാല ചുവട്ടിൽ 2 കാൽപാദങ്ങൾ തെളിഞ്ഞു വന്നു. കനകച്ചിലങ്കകൾ അണിഞ്ഞ വെളുത്ത കാൽപാദങ്ങൾ. ദേവന്റെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു. തങ്കക്കസവിന്റെ പുടവ ചുറ്റിയ ഒരു സുന്ദരി കുന്തിരിക്കത്തിന്റെ പുകമറ നീക്കി മുന്നിൽ തെളിഞ്ഞു വന്നു. ദേവൻ കണ്ണുകൾ അടയ്ക്കാതെ ആ സ്ത്രീ ഉടലിലേക്ക് നോക്കി നിന്നു. മൂക്കിനെറ്റത്തെ ചോരത്തുള്ളിയുടെ നിറമുള്ള മുക്കുത്തിക്കല്ല്
തീപ്പന്തത്തിന്റെ വെട്ടത്തിൽ മിന്നിത്തെളിഞ്ഞു. വൈഡൂര്യം കണക്കിയ തിളക്കമുള്ള ആ സ്ത്രീരൂപത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ദേവൻ മന്ത്രിച്ചു. അനുരാഗിണി, അനുരാഗിണി എന്ന യക്ഷി. നിലം തൊട്ട് നിന്ന് പനങ്കുല പോലെയുള്ള കറുത്ത മുടിച്ചുള്ളുകൾ കാറ്റിൽ പറന്നു. സ്ത്രീരൂപം ദേവന്റെ അരികിലേക്ക് നടന്നെടുത്തു. ആ സമയം അവളുടെ കനകച്ചിലങ്കകൾ കൊഞ്ചിച്ചിരിച്ചു. അറയിലെ പൊന്നരഞ്ഞാണത്തിന്റെ തുമ്പിലെ മണി ആടിക്കിലുങ്ങി. ആലിലെ വയലിലെ ചെമ്പൻ രോമങ്ങളിൽ ദേവന്റെ കണ്ണുകൾ ഉടക്കി നിന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുന്നത്. അനുരാഗിണിയുടെ പൂവിതൽ പോലെയുള്ള കൈകൾ ദേവന്റെ കവളിൽ തൊട്ടു. പിന്നീട് അങ്ങോട്ട് ആ കൈകൾ അവന്റെ രോമാവൃതമായ നെഞ്ചിൽ പറതി നടന്നു. അനുരാഗിണിയുടെ ദർശനത്താലും സ്പർശനത്താലും ദേവൻ ആകെ മതിമറന്നു നിന്നുപോയി. പ്രണയപരവശനായ ദേവനെ നോക്കി അനുരാഗിണി പൊട്ടിച്ചിരിച്ചു. അവളുടെ ആ ചിരിശബ്ദം ദേവന്റെ കാതിൽ തുളച്ചു കയറി. അനുരാഗിണിയുടെ നോട്ടത്തിന് വശപ്പെട്ട് ദേവൻ അവളോടൊപ്പമുള്ള വെള്ളി വെളിച്ചത്തിൽ അവളെ പിന്തുടർന്നു. അനുരാഗിണി മുന്നോട്ട് നടന്നു. കരിമ്പനിയുടെ ചുവട്ടിലെത്തിയപ്പോൾ അനുരാഗിണി നിന്നു. ഒരു മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ ദേവൻ സ്ഥലകാലബോധമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. അന്തരീക്ഷത്തിൽ പാലപ്പുഗന്ധം നിറഞ്ഞു. അനുരാഗിണി പതുക്കെ ദേവന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. പാർത്ത, അവൾ മെല്ലെ വിളിച്ചു. ദേവൻ അനുരാഗിണിയുടെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ കഴിഞ്ഞ ജന്മത്തിലും നീ എന്നെ ഹൃദയം തുറന്ന് സ്നേഹിച്ചു. പക്ഷേ എൻ്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചത് നിന്റെ പിതാവ് ശങ്കരനാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയായി മാറിയേനും. ദേവൻ ഒന്നും മനസ്സിലായില്ല. നിനക്കായി ഞാൻ കാത്തിരുന്നു. നിന്റെ പുനർജന്മത്തിനായി ഞാൻ കാത്തിരുന്നു മടുത്തെന്ന് വേണം പറയാൻ. എൻ്റെ അനുരാഗത്തിൽ നിന്ന് നിനക്കൊരു മോചനമുണ്ടാകില്ല. ദേവൻ അനുരാഗിണിയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ഞാനതിന് ആഗ്രഹിക്കുന്നില്ല. നീ എൻ്റേതാകുന്ന നിമിഷത്തിൽ ഞാൻ എൻ്റെ ശാപം തിരിച്ചെടുക്കാം. ഇല്ലത്തെ ആൺപ്രവികൾക്ക് മംഗല്യയോഗവും വിവാഹ ജീവിതവും ഉണ്ടാകും. ഒരു നാഗത്തെപ്പോലെ അനുരാഗിണി ദേവനെ കരവലയത്തിൽ മുറുക്കി. ദേവന് ശ്വാസം മുട്ടി. അവൻ അഘോരിയുടെ വാക്കുകൾ ഓർത്തു. താളിയോലക്കെട്ടിൽ അഘോരി സമ്മാനിച്ച ആ വെള്ളി ത്രിശൂലം, അത് അനുരാഗിണിയുടെ ഉദരത്തിൽ തറച്ചു കയറ്റിയാൽ അവളെ തളക്കാം. പിന്നെ യക്ഷി ശാപത്തിൽ നിന്ന് മോചനമുണ്ടാകും. പക്ഷേ കയ്യിൽ കരുതിയ ചെറിയ വെള്ളിശൂലം അവൻ താഴേക്കിട്ടു. അനുരാഗിണിയുടെ അനുരാഗത്തിൽ എല്ലാം മറന്ന നിമിഷം അനുരാഗിണിയുടെ ആലിംഗനം ചെയ്ത കൈവിരൽ തുമ്പിലെ നീണ്ടു കുറുത്ത നഖങ്ങൾ അവന്റെ മുതുകിൽ തറഞ്ഞു കയറി. പക്ഷേ ദേവൻ ആ വേദന അറിഞ്ഞില്ല. പ്രണയിച്ച പുരുഷനെ സ്വന്തമാക്കി മരിക്കും വരെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ലാത്ത യക്ഷി തന്റെ 101ാമത്തെ ഇരയെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ ദേവനോട് ചേർന്നു നിന്നു. പാർത്ഥൻ, എന്നെ പ്രണയിച്ച് കൊതി തീരാതെ ഈ ഭൂമിയിൽ നിന്ന് സ്വയം മടങ്ങിപ്പോയവൻ ഇന്നിതാ ഒരു പുനർജന്മത്തിലൂടെ തന്റെ മുന്നിൽ വീണ്ടും വന്നു നിൽക്കുന്നു. അനുരാഗിണിയുടെ കണ്ണുകൾ ചുവന്നു. അവളുടെ ദംഷ്ട്രകൾ ഇരുട്ടിൽ തിളങ്ങി. കാട്ടുഞാവലിരുന്ന രാപ്പുള്ള് ഉറക്കെ കൂവി അലച്ചപ്പോൾ അനുരാഗിണിയുടെ കോമ്പല് ദേവന്റെ കഴുത്തിലെ ഞരമ്പിലേക്ക് ആഴ്ന്നിറങ്ങി. അവന്റെ സിരകളിലെ ചുടുചോര അനുരാഗിണിക്ക് അമൃതായപ്പോൾ ദേവന്റെ ആത്മാവ് അവന്റെ ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. ആത്മാവില്ലാത്ത ദേവന്റെ ദേഹം അനുരാഗിണിയുടെ കൈകൾക്കുള്ളിൽ നിന്ന് താഴെ കൂർന്നു വീണു. 101 യുവാക്കളെ പ്രണയിച്ച് മയക്കി അവരുടെ ചോര കൊണ്ട് ദാഹം തീർത്ത അനുരാഗിണി ദേവന്റെ ആത്മാവിനെ കൂടെ കൂട്ടി പാലമരക്കൊമ്പിലേക്ക് പറന്നുപോയി. ഇനിയുള്ള തന്റെ മനുഷ്യജന്മത്തിൽ ദേവൻ തന്റെ ജീവന്റെ പാതിയായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം പാർത്ഥന്റെ പുനർജന്മമായ ദേവനിലും അവളോട് അടങ്ങാത്ത അനുരാഗമുണ്ടായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. അതോടൊപ്പം തന്നെ ഈ കഥ ഇഷ്ടമായെങ്കിൽ ഹൈപ്പ് ചെയ്യണേ. എന്നാൽ മറ്റൊരു കഥയുമായി വരുന്നത് വരേക്കും ബൈ.